ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ചലഞ്ചർ ആപ്പിന്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷി ഒരിക്കലും കൊമ്പൊടിഞ്ഞു വീഴും എന്ന് ഭയപ്പെടാറില്ല. എന്തുകൊണ്ട്? മരക്കൊമ്പിനേക്കാളേറെ അതിന് വിശ്വാസം അതിൻ്റെ ചിറകുകളെയാണ്. അതുപോലെയാണ് സ്വന്തം കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. ആ കഴിവും കർമ്മശേഷിയും ഉപയോഗിച്ചുകൊണ്ട് ഏത് മഹാവിജയവും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം. കൂടുതൽ കരുത്തോടെ നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആ ഒരു പോരാട്ടം തുടരട്ടെ. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു 2-3 ക്ലാസ്സുകൾ കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു വലിയ ടോപ്പിക്കാണിത്. എല്ലാത്തരം മത്സര പരീക്ഷകളുടെ സിലബസിലും ഉൾപ്പെട്ടിട്ടുള്ള ഭരണഘടനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭരണഘടനാ ഭേദഗതികൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്സ്. നിങ്ങൾക്കറിയാം, ഏറെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഞാൻ ഉറപ്പു തരുന്നു, ഈ ഭേദഗതികളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 2-3 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് ഉറപ്പാക്കാം. കാരണം ഇത് പഠിക്കുമ്പോൾ നമ്മൾ പല ഏരിയകളൂടി കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പല ഏരിയകളൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം ഈ ഭേദഗതികൾ സ്പർശിക്കുന്ന ചില ഏരിയകളുണ്ട്. അതെല്ലാം കൂടി പറഞ്ഞു വരുമ്പോൾ ഇത് വിപുലമാണ്. അപ്പൊ ഇത് ഒരു നിങ്ങൾക്കറിയാം, പരീക്ഷയുടെ നിങ്ങളുടെ സിലബസിൽ 7 ഭേദഗതികൾ പഠിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PSC നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം 105 ഭേദഗതികൾ ആയി. പക്ഷെ ഇതിൽ 7 ഭേദഗതികളെ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. 42-ാം ഭേദഗതി, 44-ാം ഭേദഗതി, 52-ാം ഭേദഗതി, 73-ാം ഭേദഗതി, 74-ാം ഭേദഗതി, 86-ാം ഭേദഗതി, 91-ാം ഭേദഗതി. ഇങ്ങനെ 7 ഭേദഗതികളാണ് PSC സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ 7 ഭേദഗതികൾ പഠിച്ചാൽ മതിയോ? പോരാ. ഇതിനോടനുബന്ധിച്ച് നമ്മൾ പല ഭേദഗതികളും കൂടി പഠിക്കണം. ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ നമ്മൾ അല്ലാതെയും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 7 ഭേദഗതികൾ മതിയോ എന്ന് ചോദിച്ച് വിഷമിക്കേണ്ടതില്ല. കാരണം മറ്റു പല ഏരിയകളിലൂടെ അല്ലാത്ത കുറെ ഭേദഗതികളിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം ചെയ്യാനുള്ളത് പക്കാ സിലബസ് ആദ്യം ഒന്ന് പഠിച്ചു തീർക്കാം. ഈ 7 ഭേദഗതികൾ പഠിച്ചു തീർത്തിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അതിനോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 101, 102, 103, 104, 105 ഒരു 5 ഭേദഗതികൾ കൂടി ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം. ഭംഗിയായിട്ട് പഠിക്കണം. ഈ 7 ടോപ്പിക്കും അല്ലെങ്കിൽ ഈ 7 ഭേദഗതിയും 7 ടോപ്പിക്ക് പോലെ നിങ്ങൾ പഠിക്കണം. അപ്പൊ നമുക്ക് ആരംഭിക്കാം. 42-ാം ഭേദഗതിയാണ് ആദ്യം നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭേദഗതികളെ കുറിച്ച് ഒരു 4-5 ചോദ്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം. അതിൽ നിന്ന് 1 മാർക്കുണ്ട്, ഒരു സംശയവും വേണ്ട. അപ്പൊ അത് ആദ്യം ഒന്ന് പഠിക്കുക. തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടനയില് ഭേദഗതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗം ഏതാണ്? ഭരണഘടനാ ഭേദഗതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ 20-ാം ഭാഗമാണ്. 25 ഭാഗങ്ങളാണ് ഭരണഘടന ഉള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതിൽ എത്രാം ഭാഗത്താണ് ഭേദഗതികളെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ 20-ാം ഭാഗത്താണ്. റോമൻ ലെറ്ററിൽ 20 എഴുതുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ 2 ഇൻറ്റു ആണ്, അല്ലേ? 2 ഇൻറ്റു അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇനി നോട്ടെടുത്ത് വായിക്കുമ്പം ഭേദഗതികളെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം 2 തെറ്റ് എന്നൊന്ന് വായിക്കരുത്. റോമൻ ലെറ്ററിൽ ഇങ്ങനെ 2 ഇൻറ്റു ഇടുന്നതാണ്. അങ്ങനെയൊക്കെ വായിച്ചാലും കുഴപ്പമില്ല, അത് മനസ്സിൽ നിന്നാൽ മതി കേട്ടോ. അപ്പോ ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം 20-ാം ഭാഗം ഒരു ചോദ്യമായി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1951.
1951 ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത്. ഇനി ഇന്ത്യൻ ഭരണഘടനയില് ഭേദഗതി അല്ലെങ്കിൽ ഭേദഗതി എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്ന് കടം വാങ്ങി, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഏത് മോഡലാണ്, ഏത് രാജ്യത്തിന്റെ മോഡലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സൗത്ത് ആഫ്രിക്ക, ദക്ഷിണാഫ്രിക്കയാണ്. ഭേദഗതികൾ നമ്മൾ കടം വാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. ചോദ്യങ്ങൾ കൂടി വരുന്നു. ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം 20. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്യപ്പെട്ട വർഷം 1951. ഭരണഘടനാ ഭേദഗതി ഇന്ത്യ കടം വാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇനി ഞാൻ പറയുന്നത്. മിക്കവാറുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? ആർട്ടിക്കിൾ റിലേറ്റിംഗ് ടു ദി അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? 368 വകുപ്പ് പ്രകാരമാണ്. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ്? അമെൻമെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർലമെന്റ് ആണ്. പാർലമെന്റിനല്ലാതെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ മറ്റാർക്കും അവകാശമില്ല. നോക്കൂ, ഭരണഘടനാ തലവനാണ് രാഷ്ട്രപതി എന്ന് കരുതിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ? ഇല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകനാണ് സുപ്രീം കോടതി എന്ന് കരുതിയിട്ട് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനോ ജഡ്ജിമാർക്കോ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുമോ? കഴിയില്ല. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരമാർക്കാണ്? നമ്മുടെ പാർലമെന്റിന് മാത്രം. പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി നിയമം പാസാക്കിക്കൊണ്ട് മാത്രമേ ഭരണഘടന ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് എന്നാൽ എന്താണ്? പാർലമെന്റ് എന്ന് പറഞ്ഞാല് രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പാർലമെന്റ് എന്നാൽ, എന്നിട്ട് ഓപ്ഷനിൽ കാണും രാജ്യസഭ, ലോകസഭ, രാജ്യസഭ, ലോകസഭ പ്രധാനമന്ത്രി, രാജ്യസഭ, ലോകസഭ രാഷ്ട്രപതി, ഇങ്ങനെ പല ഓപ്ഷൻ കാണും. നിങ്ങളൊരൊറ്റ ഉത്തരമേ പറയാവൂ, പാർലമെന്റ് എന്നാൽ രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി. 2 സഭകളിലും ഒരു പ്രമേയം പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരവും കൂടി കിട്ടുമ്പോഴാണ് അത് നിയമമായി മാറുന്നത്. അപ്പം പാർലമെന്റിൽ ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ ഈ 3 ഘടകങ്ങൾ വേണ്ടേ? അതുകൊണ്ടാണ് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ചോദ്യവും കിട്ടിക്കഴിഞ്ഞു. ഒരു ചോദ്യവും കൂടി, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് എത്ര മാർഗങ്ങളുണ്ട്? 3 മാർഗങ്ങൾ. 3 മാർഗങ്ങളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്. ഒന്ന്, ബൈ സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം 50% കൂടുതൽ പിന്തുണയോടുകൂടി ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം. ഇത് ഒന്നാമത്തെ മാർഗം. ഈ മാർഗം 368 വരുന്നതല്ല. 3 മാർഗങ്ങളിൽ 2, ഇനി പറയുന്ന 2 മാർഗങ്ങളാണ് 368 വകുപ്പിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ ഒന്നാമത്തെ മാർഗം എന്താണ്? പാർലമെന്റിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗത്തിന്റെ പിന്തുണയോടുകൂടി ഭേദഗതി ചെയ്യുന്നതാണ്. 2, പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷം. പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷം. ആ 3/2 ഭൂരിപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യാം. 2ാമത്തെ മാർഗം. 3ാമത്തെ മാർഗം, പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷവും വേണം, അതിനെ സംസ്ഥാന നിയമസഭകളുടെ പകുതിയിൽ കൂടുതൽ പിന്തുണയ്ക്കുകയും വേണം. സംസ്ഥാനങ്ങളുടെ പകുതിയിൽ കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർലമെന്റിന് 3/2 ഭൂരിപക്ഷം. ഇങ്ങനെ 3 മാർഗങ്ങളിലൂടെയാണ്. അവസാനം പറഞ്ഞ 2 മാർഗങ്ങളാണ് 368 വകുപ്പിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് എത്ര മാർഗങ്ങളുണ്ട്? 3 മാർഗങ്ങൾ. ഒന്ന്, പാർലമെന്റിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം പിന്തുണയോടുകൂടി. 2ാമത്, പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷം പിന്തുണയോടുകൂടി. 3ാമത് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പകുതിയിൽ കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർലമെന്റിലെ 3/2 ഭൂരിപക്ഷത്തോടുകൂടി.
ഇങ്ങനെ ഇത് നമുക്ക് തൽക്കാലം ഇങ്ങനെ ഓർത്തോളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പാർലമെന്റ് പഠിക്കുമ്പോൾ പോകാം. ഇപ്പം ഇങ്ങനെ ഓർമ്മിച്ചോളൂ. അപ്പൊ ഇത്രയും ചോദ്യങ്ങള് നമ്മുടെ ഭേദഗതികൾ, ഓരോ ഭേദഗതികൾ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഞാൻ ഒന്നുകൂടെ പറയാം. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ ഭാഗം 3, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്നുള്ള ആശയം കടം വാങ്ങിയത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി എന്നത് 368 വകുപ്പ് പ്രകാരം. ഭരണഘടന ഭേദഗതിയുള്ള അധികാരം പാർലമെന്റിനാണ്. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ രാജ്യസഭ, ലോകസഭ, രാഷ്ട്രപതി എന്നിവ ചേർന്നതാണ്. ഭരണഘടന ഭേദഗതി എന്ന് 3 മാർഗങ്ങളുണ്ട്. പാർലമെന്റിലെ 2/3 ഭൂരിപക്ഷത്തില്, ആദ്യം പറയേണ്ടത് പാർലമെന്റിലെ പാർലമെന്റിൽ പങ്കെടുത്ത് വോട്ട് ചെയ്യുന്നവരിൽ ഭൂരിഭാഗം എന്ന് പറഞ്ഞാൽ സിമ്പിൾ മെജോറിറ്റി. എത്ര പേര് പങ്കെടുത്തു, എത്ര പേര് വോട്ട് ചെയ്തു, അവരിൽ ഭൂരിഭാഗം, അതാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ മെജോറിറ്റി. രണ്ടാമത് പറഞ്ഞത് പാർലമെന്റിലെ 2/3 ഭൂരിപക്ഷം. മൂന്നാമത് പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ പകുതി കൂടുതൽ പിന്തുണയ്ക്കുന്ന പാർലമെന്റിലെ 2/3 ഭൂരിപക്ഷം. അങ്ങനെ 3 രീതിയിൽ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാം. അതിൽ ആദ്യം പറഞ്ഞ രീതി 368 വകുപ്പിന്റെ പരിധിയിൽ വരുന്നതല്ല. 2 മാർഗങ്ങളാണ് 368 വകുപ്പിന്റെ പരിധിയിൽ വരുന്നത്. ഇത്രയും പഠിച്ചു എങ്കിൽ ഇനി നമുക്ക് ഓരോ ഭേദഗതിയെ കുറിച്ച് പഠിക്കാം. ഭേദഗതിയുടെ ആമുഖമായി പറഞ്ഞ ഒരു 5-6 ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. സുഹൃത്തുക്കളെ, അതിൽ നിന്ന് 1 മാർക്കുണ്ട്, നിർബന്ധമായി പഠിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ അവിടെ ചോദിച്ചിട്ടുള്ളത് ആ ആർട്ടിക്കിളാണ് 368. ഓക്കെ ആണോ? ഇനി നമ്മൾ പറഞ്ഞ 7 ഭേദഗതികളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഒരു ഭേദഗതി പഠിക്കാൻ പോവാണ്, 42ാം ഭേദഗതി. അടുത്ത ക്ലാസ്സിൽ 44ാം ഭേദഗതി. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ 52ാം ഭേദഗതി. 3 ക്ലാസ്. അടുത്തത് 73, 74 കൂടെ ചേർന്ന് ഒരു ക്ലാസ്. മനസ്സിലാകുന്നുണ്ടല്ലോ? പിന്നെ 86ഉം 91ഉം ചേർന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു 5 ക്ലാസ് കൊണ്ടാണ് നമ്മൾ ഭേദഗതി പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസ് ആണ് ഇന്നത്. കാരണം ഇത് അത്ര ലെങ്തി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 42ാം ഭേദഗതി പഠിക്കാൻ റെഡി ആയിക്കൊള്ളുക. ആരംഭിക്കുന്നു 42ാം ഭേദഗതി. 42ാം ഭേദഗതിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ആദ്യം പറയുക 42ാം ഭേദഗതി നിയമം 1976. ഏത് ഭേദഗതി പഠിച്ചാലും ആ ഇയർ കൂടി അറ്റാച്ച് ചെയ്തേ പറയാവൂ. 42ാം ഭേദഗതി നിയമം 1976. അപ്പൊ അത് തന്നെ ഒരു ചോദ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. 42ാം ഭേദഗതി നിയമം പാസാക്കിയ വർഷം 1976. നിലവിൽ വന്നതെന്ന്, 42ാം ഭേദഗതി നിയമം നിലവിൽ വന്നത് 1977 ജാനുവരി 3-ാം തീയതി, പിറ്റേ വർഷം. 76 പാസാക്കി, അത് നിലവിൽ വന്നത് 1977 ജാനുവരി 3-ാം തീയതി. 42ാം ഭേദഗതി നിയമം നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം. വെരി ഇമ്പോർട്ടന്റ് ആണ്. 1976 പാസാക്കി, 1977 ജാനുവരി 3-ാം തീയതി നിലവിൽ വന്നു. ഈ ഭേദഗതി നിയമം പാസാക്കിയത് അഥവാ നിലവിൽ വന്നത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. ആ സമയം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. ആ സമയം ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ശ്രദ്ധിക്കണം. ഇപ്പൊ 42ാം ഭേദഗതി നിയമം പാസാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് എന്ന് തന്നെ ചോദിക്കണമെന്നില്ല. പകരം ഇനി നമ്മൾ അങ്ങോട്ട് കുറച്ച് പോയിന്റുകൾ പഠിക്കും. അതിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ഇത് നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആര് എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. എന്തായാലും ശരി, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു, 42ാം ഭേദഗതി നിയമം പാസാക്കിയപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്, രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഇത്രയും ഓർമ്മയുണ്ടോ? പഠിക്കാൻ കഴിയുമോ? എങ്കിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റിലേക്ക് പോകാം. 42ാം ഭേദഗതിയാണ് മനസ്സിലുണ്ടാകണം. ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി. നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് ആദ്യം പഠിക്കാം. ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്.
ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി, ഓരോ പോയിന്റും ഓരോ OMR ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതി. അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ഒരുപാട് തവണ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏത്? 42ാം ഭേദഗതി, 1976. മുമ്പൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻ പരീക്ഷയൊക്കെ എഴുത്തു പരീക്ഷ നടന്നിരുന്ന ഒരു കാലമുണ്ട്, നിങ്ങൾക്കറിയാം. എഴുത്തു പരീക്ഷ ഉണ്ടായിരുന്ന സമയം. ആ സമയത്തൊക്കെ നമ്മൾ സ്ഥിരമായി പഠിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആ പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? വൈ 42nd അമെൻമെന്റ് ഈസ് കോൾഡ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? എന്തുകൊണ്ടാണ് 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ചെറു ഭരണഘടന, ലഘു ഭരണഘടന എന്നാണ് എന്റെ മലയാളം. ഇന്നേ വരെ ആ മലയാള വാക്ക് ചോദിച്ചിട്ടില്ല. പകരം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്കാണ് മലയാളത്തിൽ എഴുതി ചോദിക്കുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാൻ കാരണമെന്ത്? അങ്ങനെ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ നമ്മൾ ഒരുപാട് പാരഗ്രാഫായിട്ട് തന്നെ അതിന്റെ ആൻസർ ഒക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതിനാവശ്യമില്ലാത്തത് കൊണ്ട് അതിന്റെ എല്ലാം കൂടെ ചേർന്ന ഒരു അന്തസത്ത നമ്മൾ പഠിക്കണം. എന്താണ്? അതായത് എന്തുകൊണ്ടാണ് 42ാം ഭേദഗതിയെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദിസ് അമെൻമെന്റ് ആക്ട് ഹാസ് ബ്രോട്ട് അബൌട്ട് എ ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതിയാണ് 42ാം ഭേദഗതി. അപ്പൊ ആ പോയിന്റ് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചോളൂ. ഇന്ത്യൻ ഭരണഘടനയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി. 3 പോയിന്റായി. ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി, ഇന്ത്യൻ ഭരണഘടനയിൽ സമഗ്രമായ മാറ്റങ്ങൾ, ഒരുപാട് തിരുത്തലുകള്, ഒരുപാട് കൂട്ടിച്ചേർക്കലുകള് ഒക്കെ ആയിട്ട് അടിമുടി ഇന്ത്യൻ ഭരണഘടനയിലെ സജീവ സാന്നിധ്യമായ ഒരു ഭേദഗതിയാണ് 42ാം ഭേദഗതി. അതുകൊണ്ടാണ് അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി എന്ന് പറഞ്ഞു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, നമ്മളൊരു ചാപ്റ്റർ പഠിച്ചതാണ്, ആമുഖം പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, ആമുഖത്തെ തിരുത്തി കുറിച്ച ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി. ആമുഖത്തെ ഭേദഗതി ചെയ്ത ഒരേ ഒരു ഭരണഘടനാ ഭേദഗതിയേ ഉള്ളൂ, അത് 42ാം ഭേദഗതിയാണ്. എങ്കിൽ അടുത്ത പോയിന്റായിട്ട് വിശദമായി പറഞ്ഞോളൂ. ആമുഖത്തിൽ സ്ഥിതി സമത്വം അഥവാ സോഷ്യലിസ്റ്റ്, മതേതരത്വം അഥവാ സെക്കുലർ, അഖണ്ഡത അഥവാ ഇന്റഗ്രിറ്റി എന്നീ 3 വാക്കുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി. ആമുഖത്തിൽ 3 വാക്കുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 42ാം ഭേദഗതി. വാക്കുകൾ ഏതൊക്കെ? സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത. ഇംഗ്ലീഷ് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ്, സെക്കുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്നീ വാക്കുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി. അപ്പൊ പോയിന്റുകൾ കൂടി വരുന്നുണ്ട്. അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്നൊരു അധ്യായം ഉൾപ്പെടുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനില് അഥവാ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൗലിക അവകാശങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മൗലിക കടമകളില്ലായിരുന്നു. മൗലിക കടമകൾ, മൗലിക ചുമതലകൾ, മൗലിക കർത്തവ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇംഗ്ലീഷിൽ ഒറ്റ വാക്കേ ഉള്ളൂ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയ ഭേദഗതി. അത് 3 രീതിയിൽ ആ ചോദ്യം ചോദിക്കാം. ഒന്നുകിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 4A എന്ന ഭാഗം ഉൾപ്പെടുത്തിയ ഭേദഗതി. 4Aയിലാണ് മൗലിക കടമകൾ പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം, ഇന്ത്യൻ ഭരണഘടനയിൽ 51A എന്ന അനുച്ഛേദം ഉൾപ്പെടുത്തിയ ഭേദഗതി. 51A എന്ന് പറയുന്നത് ഏതനുച്ഛേദമാണ്? മൗലിക കടമകളെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ്. അപ്പൊ അത് നിങ്ങൾ ഒറ്റ പോയിന്റ് ആയിട്ട് മനസ്സിലിട്ടുകൊള്ളുക. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ അഥവാ ഭാഗം 4A അഥവാ ആർട്ടിക്കിൾ 51A ഉൾപ്പെടുത്തിയ ഭേദഗതി. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു പ്രീവിയസ് ചോദ്യമുണ്ട്, ഒന്നിലധികം തവണ ആവർത്തി ചോദിച്ചുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയില് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
അപ്പോ 4A എന്ന ഭാഗം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി, മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്ന് പഠിച്ചാൽ അടുത്ത പോയിന്റ് അതിന്റെ കണക്ഷനായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. 4A എന്ന ഭാഗം ഉൾപ്പെടുത്തിയ ഭേദഗതി എന്ന് പഠിക്കുമ്പോൾ 14A എന്ന ഭാഗം ഉൾപ്പെടുത്തിയതും 42ാം ഭേദഗതിയിലൂടെ പുതിയൊരു അധ്യായം എന്താ വരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 14A. എന്താണ് 14A? 14A എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ അതിന്റെ ആർട്ടിക്കിൾ കൂടെ പറ. നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 323A. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ ഭാഗം 14A അഥവാ ആർട്ടിക്കിൾ 323A ഉൾപ്പെടുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. എന്താണ് സുഹൃത്തുക്കളെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയാണെന്ന് നിങ്ങൾക്കറിയാം. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്ന സംവിധാനമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഇപ്പൊ ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സർവീസ് സംബന്ധമായ പ്രശ്നങ്ങൾ, ഇപ്പൊ പ്രൊമോഷൻ ശരിയായില്ല, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടല്ല ട്രാൻസ്ഫർ ചെയ്തത്, അല്ലെങ്കിൽ ജൂനിയറിന് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി, ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈന്റുകൾ നമ്മുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്ന സംവിധാനമാണ്. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ നിങ്ങളുടെ ആ ഔദ്യോഗികമായിട്ടുള്ള പരാതികൾ പറയാനുള്ളതാണ്. അല്ലാതെ അയൽവക്കക്കാരുമായിട്ട് വഴക്കൂടിയ കേസ് തീർക്കുന്ന സ്ഥലമല്ല ഏത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. അപ്പൊ നേരത്തെ ഞാൻ ഒരു പ്രീവിയസ് ചോദ്യം എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. അതുപോലെ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആര്? ഇന്ദിരാഗാന്ധി. സംശയം എന്താ? ഇന്ദിരാഗാന്ധി തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ അതുകൂടി ഇവിടെ വ്യക്തമായിട്ട് ഓർക്കുക. അപ്പോ ആ പോയിന്റ് കിട്ടി നിങ്ങൾക്ക്. ഇനി ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്കറിയാം, ഈ പീരീഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, അടിയന്തരാവസ്ഥയൊക്കെ പഠിച്ചവരാണ് നിങ്ങൾ. 1976 ഈ ഭേദഗതി. അപ്പൊ ഇന്ത്യയിൽ എന്ത് നിലവിലുള്ള സമയം? ദേശീയ ആഭ്യന്തര അടിയന്തരാവസ്ഥ നിലവിലുള്ള സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥ സമയത്ത് പാസ്സാക്കിയൊരു ഭേദഗതി എന്നുള്ള നിലയിൽ ഒരൽപ്പം ഭരണകൂട ഭീകരതയൊക്കെ കടന്നുകൂടി ഈ ഭേദഗതിയിൽ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കുറച്ച് ഏകാധിപത്യ പ്രവണതകൾ കൂടി കടന്നുകൂടിയിട്ടുണ്ടാകും ഇതിനകത്ത് തീർച്ചയായിട്ടും. കാരണം യൂണിറ്ററി സിസ്റ്റം നിലനിൽക്കുന്ന സമയമാണത്. അപ്പൊ ഇനി ഓർത്തോളുക, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള പോയിന്റ് ഓർമ്മിച്ചോളുക. ലോകസഭയുടെ കാലാവധി 5 നിന്നും 6 വർഷമായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി. ലോകസഭയുടെ കാലാവധി 5 നിന്നും 6 വർഷമായി ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി. നല്ല ചോദ്യമാണ്. ലോകസഭയുടെ കാലാവധി എത്ര? 5 വർഷം. അന്നും 5 വർഷം, ഇന്നും 5 വർഷം. ഇടയ്ക്ക് വെച്ച് 42ാം ഭേദഗതിയിലൂടെ മാത്രം എന്ത് ചെയ്തു? കൂട്ടി 6 വർഷമാക്കി മാറ്റി. പക്ഷെ 44ാം ഭേദഗതി അതിന് റീസ്റ്റോർ ചെയ്തു, പുനഃസ്ഥാപിച്ചു, വീണ്ടും പഴയതുപോലെ ആക്കി. 44ാം ഭേദഗതി അടുത്ത ഭേദഗതിയാണ്, അത് പഠിക്കുമ്പോൾ നമുക്കത് പറയാം. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറയുക, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 42ാം ഭേദഗതിയുടെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ലോകസഭയുടെ കാലാവധി 5 നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതി. അടിയന്തരാവസ്ഥയൊക്കെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എത്രാം ലോകസഭയുടെ കാലാവധിയാണ് ഇങ്ങനെ 1 വർഷം ദീർഘിപ്പിച്ചത്? 5ാം ലോകസഭ. 1971 മുതൽ 1977 വരെയായിരുന്നു അത് നിലനിന്നിരുന്നത്. വാസ്തവത്തിൽ 76 വരെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതായിരുന്നു ആ ലോകസഭ. അപ്പൊ 1 വർഷവും കൂടി 42ാം ഭേദഗതിയിലൂടെ കാലാവധി ദീർഘിപ്പിച്ചു. അടുത്ത വളരെ പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രിച്ച ഭേദഗതി. രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നോക്കൂ, രാഷ്ട്രപതിയുടെ മുമ്പിൽ അംഗീകാരത്തിനായി ഒരു ബില്ല് സമർപ്പിച്ചാൽ രാഷ്ട്രപതിക്ക് 3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം. ഹി മേ ഗീവ് ഹിസ് അസന്റ്, ഹി മേ വിത്ത്ഹോൾഡ് ഹിസ് അസന്റ്, ഹി മേ റിട്ടേൺ ദി ബിൽ ഫോർ റീകൺസിഡറേഷൻ. അല്ലെ? ബില്ലിന് അംഗീകാരം കൊടുക്കാം, അംഗീകാരം കൊടുക്കാതിരിക്കാം. അതുപോലെ തന്നെ ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാം. ഈ അധികാരങ്ങളുടെ പേരാണ് വീറ്റോ പവർ രാഷ്ട്രപതിയുടെ. എന്നാൽ 42ാം ഭേദഗതിയുടെ ഇന്ദിരാഗാന്ധി പറഞ്ഞ എന്തെന്നറിയാമോ?
രാഷ്ട്രപതിക്ക് അത്ര വലിയ പവറൊന്നും വേണ്ട. ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു ബില്ല്, ഒരു കടലാസ് അപ്പോഴൊപ്പിട്ടിങ്ങി തന്നോളണം, അംഗീകാരം തന്നിങ്ങി തന്നോളണം. ഇങ്ങനൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. ഇറ്റ് മെയ്ഡ് ഇറ്റ് ഓബ്ലിഗേറ്ററി ഫോർ ദി പ്രസിഡന്റ് ടു ഗിവ് ഹിസ് അസെന്റ് ടു എ ബിൽ പ്രസന്റഡ് ബൈ ദി പാർലമെന്റ് ഓർ മിനിസ്റ്റേഴ്സ്. അതായത് it made it obligatory for the president to accept the advice of council of ministers. council of ministers എന്തെങ്കിലും അഡ്വൈസുമായി വന്നാൽ ആ നിമിഷം അത് അംഗീകരിച്ച് കൊടുത്തിരിക്കണം എന്നൊരു വ്യവസ്ഥ കൊണ്ടുവന്നു. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി ഏത്? 42ാം ഭേദഗതി. മറക്കരുത്, ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി 42ാം ഭേദഗതിയാണ്. നോക്കൂ, കോടതികളെയും വെറുതെ വിട്ടില്ല. കോടതികളുടെ ജുഡീഷ്യൽ റിവ്യൂ പവറിനെ നിയന്ത്രിച്ച ഭേദഗതി വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ പവർ? പവർ ഓഫ് സുപ്രീം കോർട്ട് ഓർ ഹൈക്കോർട്ട് ടു റിവ്യൂ ദി ലോ ഫോർമുലേറ്റഡ് ബൈ പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. പാർലമെന്റോ നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ പുനഃപരിശോധിക്കാനുള്ള, അഥവാ ഈ നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതികളുടെ അധികാരത്തിന്റെ പേരാണ് ജുഡീഷ്യൽ റിവ്യൂ പവർ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ആ അധികാരമുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ പവർ അമേരിക്കയിൽ നിന്ന് കടം വാങ്ങിയതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 13 പറയുന്നു ജുഡീഷ്യൽ റിവ്യൂ പവറിനെ കുറിച്ച്. ആ ജുഡീഷ്യൽ റിവ്യൂ പവർ കോടതികൾക്കുണ്ട്. അതായത് പാർലമെന്റോ നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാപരമാണോ എന്ന് പരിശോധിക്കാനുള്ള കോടതികളുടെ അധികാരം. ഇഫ് ഇറ്റ് ഈസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ സച്ച് ലോ ക്യാൻ ബി സസ്പെൻഡഡ് ബൈ ദി കോർട്ട്. ഇനി അത് ഭരണഘടനാപരമല്ലെങ്കിൽ ആ നിയമത്തെ റദ്ദ് ചെയ്യാനുള്ള അധികാരവും സുപ്രീം കോടതിക്കുണ്ട്, ഹൈക്കോടതിക്കുണ്ട്. സച്ച് പവർ ഓഫ് കോർട്ട് ഈസ് കോൾഡ് ജുഡീഷ്യൽ റിവ്യൂ പവർ. എന്നാൽ 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി പറഞ്ഞെന്താണെന്നറിയോ? കോടതിക്ക് അത്ര വലിയ പവറൊന്നും വേണ്ട. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് ഞങ്ങൾ ഇഷ്ടം പോലെ നിയമം ഉണ്ടാക്കും, ഇഷ്ടം പോലെ അത് നടപ്പാക്കും, കോടതി വലുതായിട്ട് ഇടപെടൽ നടത്തണ്ട. അങ്ങനെ കോടതികളുടെ അധികാരങ്ങളെ പോലും, ജുഡീഷ്യൽ റിവ്യൂ പവറിനെ പോലും നിയന്ത്രിച്ച ഭേദഗതിയാണ് 42ാം ഭേദഗതി. ഇനി നോക്കൂ അടുത്തത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ ഭേദഗതിയും 42ാം ഭേദഗതിയാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ലിസ്റ്റുകൾ പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി 42ാം ഭേദഗതി എന്ന് പഠിക്കുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്? വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവുകളും തൂക്കങ്ങളും, കോടതികളുടെ ഭരണം, എഡ്യൂക്കേഷൻ, ഫോറസ്റ്റ്, പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽസ്, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജുഡീഷ്യറി. നോക്കൂ, വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി ഏത്? 42ാം ഭേദഗതി 1976. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ് എന്ന് PSC സ്ഥിരമായി ഇപ്പം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയണം. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതി. അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ 4ാം ഭാഗത്ത്, 4ാം ഭാഗം നിങ്ങൾ പഠിച്ചതാണ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ 4ാം അധ്യായത്തിൽ അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 39A, 43A, 48A എന്നീ 3 വകുപ്പുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിലെ 4ാം അധ്യായത്തില് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളില് 39A, 43A, 48A എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ അതെന്താ പറയേണ്ടത്? 42ാം ഭേദഗതി. ഇനി ആ 3 ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. 39A എന്താ പറഞ്ഞത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ പഠിച്ചാണ്. 39
എയിൽ പറയുന്നത് എന്താണ്? ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്, തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 43 വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ മാനേജ്മെന്റ്, തൊഴിലാളികളുടെ പങ്കാളിത്തം മാനേജ്മെന്റ്, വ്യവസായശാലകളുടെ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 48 പരിസ്ഥിതി വനം വന്യജീവി സംരക്ഷണം. 48 നോക്കൂ, ഇങ്ങനെ 3 സുപ്രധാന വകുപ്പുകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭേദഗതി. അപ്പോൾ സുഹൃത്തുക്കളെ, 42ാം ഭേദഗതി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ പറഞ്ഞ പോയിന്റുകൾ ഒന്നും നിങ്ങൾ മറക്കാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് ഓടിച്ച് അത്യാവശ്യ പോയിന്റുകൾ മാത്രം പറയാം. ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതി, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി, ഇന്ത്യൻ ഭരണഘടനയിൽ സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി, ആമുഖത്തെ തിരുത്തിക്കുറിച്ച ഭേദഗതി, ആമുഖത്തിൽ സ്ഥിതി സമത്വം, മതേതരത്വം, അഖണ്ഡത എന്നീ 3 വാക്കുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയ ഭേദഗതി, ലോകസഭയുടെ കാലാവധി 5 നിന്നും 6 വർഷമായി ഉയർത്തിയ ഭേദഗതി, രാഷ്ട്രപതിയുടെ അധികാരങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവന്ന ഭേദഗതി, അതായത് ബില്ല് പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി, കോടതികളുടെ ജുഡീഷ്യൽ റിവ്യൂ പവറിനെ നിയന്ത്രിച്ച ഭേദഗതി. ഇനി നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ ഭേദഗതി, ഭരണഘടനയുടെ 4A എന്ന ഭാഗത്ത് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 39A, 43A, 48A എന്നീ വകുപ്പുകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഈ ഭേദഗതി എന്ന് പറഞ്ഞാൽ ചിലർ ഇതൊക്കെ കേട്ടിട്ട് അവസാനം ചോദിക്കും, ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭേദഗതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയിലുള്ള എന്തെങ്കിലും ഒഴിവാക്കുകയോ ഭരണഘടനയിൽ എന്തെങ്കിലും പുതുതായിട്ട് കൂട്ടിച്ചേർക്കുകയോ നിലവിലുള്ളതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ചെയ്യുന്ന നടപടിക്രമങ്ങളെയാണ് ഭേദഗതി എന്ന് പറയുന്നത്. അപ്പം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അതിനോടൊപ്പം ഏറ്റവും വലിയ ഭരണഘടനാ ഭേദഗതിയായ 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്. അപ്പം 42ാം ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ക്ലാസ് ആവർത്തിച്ച് കാണുക. പരീക്ഷയ്ക്ക് പോകുമ്പോൾ 42ാം ഭേദഗതി പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. 1 മാർക്കെങ്കിലും ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാതിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.